ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ മിക്കവർക്കും ഒരു ട്രോമയാണ്. UAE-ലും GCC കൺട്രീസിലും ഇറാനിലൊക്കെ നടക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ ഇപ്പോൾ മിക്കവരും പേടിച്ചിരിക്കുന്നത്, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ളവർ പേടിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നരേന്ദ്രമോദി 2 ദിവസം മുന്നേ പറഞ്ഞൊരു കാര്യമാണ് ഇന്ത്യയിൽ വീണ്ടും ലോക്ക്ഡൗൺ വരാൻ പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഇങ്ങനൊരു ലോക്ക്ഡൗൺ ഇനി വരും എന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത്, കോവിഡിൻ്റെ സമയത്ത് നമ്മുടെ ഡെയിലി കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ നമ്മൾ വീട്ടിൽ സ്റ്റക്കായി നിന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, ഒരു പാൻഡമിക് ലോക്ക്ഡൗൺ. ഒരിക്കലും ഇനി അതായിരിക്കത്തില്ല വരാൻ പോകുന്ന ലോക്ക്ഡൗൺ. അത് കംപ്ലീറ്റ്ലി ഒരു എനർജി കൺസർവേഷൻ അല്ലെങ്കിൽ ഒരു എനർജി ക്രൈസിസ് ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഇപ്പം ലോകത്തിലെ 30% ക്രൂഡ് ഓയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന സ്ട്രെയിറ്റ് ഓഫ് ഹോർമോൺസ് അടച്ചു കഴിഞ്ഞു. അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുക്കള വരെ എത്തി നിൽക്കുകയാണ്. LPG, ഓയിൽ, പെട്രോളിയം ഇങ്ങനെയുള്ള പല സാധനങ്ങളെയും വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കത് കിട്ടാനുമില്ല. ആ ഒരു സമയത്ത് ഇങ്ങനൊരു എനർജി ലോക്ക്ഡൗൺ വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എടുക്കേണ്ടുള്ള പ്രിക്കോഷൻ എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, നമ്മൾ ഫിനാൻഷ്യലി നോക്കിയായിരിക്കുക. സാലറിക്ക് പുറമെ എന്തെങ്കിലും ഒന്ന് സേവിങ്സ് ആയിട്ട് നമ്മുടെ കയ്യിൽ കരുതുക. പ്ലസ് നമ്മൾ യൂസ് ചെയ്യുന്ന എന്ത് പ്രൊഡക്ട്സ് ആയിക്കോട്ടെ അതെല്ലാം തന്നെ ഒന്ന് പിടിച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആ ഒരു സമയത്ത് ഈ ഒരു എനർജി ക്രൈസിസ് വന്നാൽ തന്നെ നമുക്കത് മാക്സിമം പ്രിവെൻറ്റ് ചെയ്യാനും പറ്റും ഈ ഒരു പ്രിക്കോഷൻ എടുക്കുന്നതിലൂടെ. അതുകൊണ്ട് ഈ ഒരു ലോക്ക്ഡൗൺ എന്ന് കേൾക്കുമ്പോൾ ആരും പാനിക് ആവാൻ നിൽക്കരുത്. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക.